ഹായ് ഹലോ എല്ലാവർക്കും AJR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചധികം സോപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കുണ്ടായിരുന്നൊരു ഓർഡറാണ് കേട്ടോ. സോപ്പ് വരുന്നത് പച്ചമഞ്ഞളിൻ്റെ സോപ്പാണ്. ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെയാണ് കേട്ടോ വെയിറ്റ് വരുന്നത്. ഓവൽ ഷേപ്പിലുള്ള മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിക്കാറുണ്ട്, ചേച്ചി ഒരു സോപ്പ് എന്നുള്ളതൊരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാഭമുണ്ടോ, ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ്. ബേസ് എടുത്തിരിക്കുന്നത് 1 കിലോയും 816 ഗ്രാമുമാണ് കേട്ടോ. ഇത് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ചധികം ബേസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ബേസൊക്കെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ബേസ് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചമഞ്ഞൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമ്മളത് ചെറിയ പീസുകളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. റോസ് വാട്ടറിന് പകരം നമുക്ക് ഡീം വാട്ടർ ഒഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ച് ആ ജ്യൂസ് എടുക്കാവുന്നതാണ്. ജ്യൂസ് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ള മെഷർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു ബേസിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാനൊരു അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ ഇതിലോട്ട് അരിച്ചൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 92 ഗ്രാമിൻ്റെ അടുത്ത് ആ ഒരു മഞ്ഞളിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 7 ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിൻ്റെ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ഗ്രാമിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോസ് വാട്ടറൊക്കെ ഓൾറെഡി ചേർത്താറുണ്ട്. പിന്നെ ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ടോട്ടൽ അങ്ങനെ 100 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ എണ്ണ പോലെ തെളിഞ്ഞ് കാണും കേട്ടോ. പിന്നെ ഇതേ മോൾഡും ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ്. ഇതൊരു 90 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 80-85 വരുന്ന രീതിയിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോപ്പിൻ്റെ വെയിറ്റ്. ആ നേരം കൊണ്ട് സോപ്പും ബേസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ മെൽറ്റായിരിക്കുന്ന സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസും കൂടെ ചേർത്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ പതവന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ മഞ്ഞൾ സോപ്പിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു എന്നതിൻ്റെ പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ മഞ്ഞൾ. വീട്ടിലിരുന്ന് ചെറിയ രീതിയിലെങ്കിലും വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മൾ അതിലോട്ട് ഫ്രാഗ്രൻസാണ്, അതായത് സ്മെല്ലാണ് ചേർക്കുന്നത്. മസ്കിൻ്റെ ഫ്രാഗ്രൻസാണ്. ഒരു 50 ml ചേർത്തിട്ടുണ്ട് കേട്ടോ ഫ്രാഗ്രൻസ് കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ നമ്മൾ മോഡിലോട്ട് ഒഴിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സമയം കഴിയുന്തോറും നമ്മുടെ സോപ്പ് പാത്രത്തിൽ തന്നെ ഇരുന്ന് സെറ്റ് ആവാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫ്രാഗ്രൻസ് കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ ആയിട്ട് ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. സിലിക്കൺ മോൾഡാണ് വരുന്നത്. ഈ ഒരു മോൾഡ് ഏകദേശം ഒരു 90 ഗ്രാമിൻ്റെ അടുത്താണ് വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ മെത്തിച്ച് കൊഴിച്ച് കഴിഞ്ഞാൽ 90-93 അതിന് മുകളിലൊക്കെ പോകും കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഏകദേശം ഒരു 80-85 ഗ്രാം വെയിറ്റ് വരുന്ന രീതിയിൽ മതിയാകും സോപ്പ്. പിന്നെ നമ്മൾ ഓരോരോ ഷേപ്പിലും ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ പതയൊന്ന് കളയാനായിട്ട് റബ്ബിങ് ആൽക്കഹോളും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കാണാനായിട്ട് ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് മുകളിൽ വരുന്ന പത സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ അതിൻ്റെ വെയിറ്റിങ്ങും കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ സോപ്പിൻ്റെ. പിന്നെ ഇതുപോലെ നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് സോപ്പ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു 3 മാസമൊക്കെയാണ് അതിൻ്റെ ഷെൽഫ് ലൈഫ് പറയുന്നത്. 3 മാസത്ത് പറഞ്ഞാലും അതിൽ കൂടുതൽ കിട്ടും കേട്ടോ. നമ്മളെടുക്കുന്ന ഓരോ പ്രോഡക്റ്റും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് ഷെൽഫ് ലൈഫിലും വ്യത്യാസം വരും. ഇനി ഇത് ഏകദേശം ഒരു 3 മണിക്കൂറിനൊക്കെ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. സെറ്റായതിന് ശേഷം കാണിച്ചു തരാം. റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സോപ്പുകളൊക്കെ സെറ്റായി നമ്മൾ അൺമോൾഡ് ചെയ്യാനായിട്ട് ഇവിടെ റെഡി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സോപ്പും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ സോപ്പ് അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സോപ്പ് അൺമോൾഡ് ചെയ്യുകയാണ്.
നല്ല ഭംഗിയിൽ നമ്മുടെ സോപ്പുകൾ വന്നിട്ടുണ്ട്. ഭംഗി മാത്രമല്ല നല്ല ഗുണം കൂടി ഉള്ള സോപ്പാണ് കേട്ടോ. പിന്നെ കുറച്ച് കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ്, ഇത് നമ്മളൊരു ബിസിനസ്സായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ എടുക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. നമ്മളിത് തുടക്കത്തിൽ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാകും. പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞ് പതിയെ പതിയെ നമ്മുടെ മുന്നോട്ടേക്ക് നമ്മുടെ ബിസിനസ്സൊക്കെ കൊണ്ടുപോകാവുന്നതാണ്. അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ബിസിനസ്സിൽ നിന്ന്. ഇതുപോലെ സോപ്പിൻ്റെ മേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബിഗിനേഴ്സായിട്ടുള്ള കൂട്ടുകാരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു 200 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമൊക്കെ സോപ്പ് ബേസ് കട്ട് ചെയ്ത് മെൽറ്റാക്കിയിട്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ സോപ്പ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ സോപ്പ് മാത്രം പാക്ക് ചെയ്യണ വീഡിയോ മാത്രമായിട്ട് അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. വേറെയും കുറച്ച് സോപ്പുകളുടെ ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സോപ്പുകളും അത് ലിപ് ബാം, ഫേസ് വാഷ് ഇതൊക്കെ റീസെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.